ശ്രീ പി കെ ഗോപൻ, അമേരിക്കയിലിരുന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്യാബിനറ്റ് ചേർന്നിട്ടുണ്ട്. എന്നിട്ടാണോ ഇപ്പോൾ ഏകോപനത്തിന്റെ പേരിൽ വിമർശിക്കുന്നത് എന്നാണ് കെ മുരളീധരന്റെ ചോദ്യം. വെടിക്കെട്ടുകാരനെ ഉടുക്കുകൂട്ടി പേടിപ്പിക്കരുത് എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. അല്ല, അമേരിക്കയിലിരുന്ന് ചെയ്യുമ്പോൾ ഇത്ര സിറ്റുവേഷൻ ഇവിടെ ഇല്ല. ഇവിടെ കാം ആൻഡ് ക്വയറ്റ് സിറ്റുവേഷനിലാണ് അദ്ദേഹം പോയത്. എല്ലാ ആഴ്ചയിലും ഒരു ദിവസം മന്ത്രിസഭാ യോഗം ചേരുന്നതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം പ്രൊസീഡ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അതല്ല ഇവിടുത്തെ വിഷയം. ഞാൻ പറഞ്ഞിട്ടില്ല മാസ്ക് ധരിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ ചെന്ന് നിൽക്കാൻ, കണ്ടെയ്ൻമെൻറ്റ് സോൺ, ഇതൊന്നും അല്ല പറഞ്ഞത്. ആരോഗ്യവകുപ്പ് മന്ത്രി എന്നുള്ള തരത്തിൽ ആ സിസ്റ്റത്തെ പ്രവർത്തിപ്പിക്കാൻ നേതൃത്വപരമായ പങ്കുവഹിക്കാതെ DHS ആയിരിക്കുന്ന ആളിനെ സ്ഥലം മാറ്റുക, DMOമാരെ പോസ്റ്റ് ചെയ്യാതിരിക്കുക, ഇത്തരം ജോലികൾ ചെയ്തില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ആക്ഷേപം. അല്ലാതെ അദ്ദേഹം പോയി അവിടെ നിന്ന് നേരിട്ട്, ഇവിടെ വിദഗ്ധരെല്ലാം പറയുന്നത് പോലെ അദ്ദേഹം നേരിട്ട് സർജറി, ഞാൻ ആദ്യം പറഞ്ഞു, അദ്ദേഹം നേരിട്ട് സർജറി നടത്തണ്ട, അദ്ദേഹം നേരിട്ട് ട്രീറ്റ് ചെയ്യേണ്ട, അദ്ദേഹം നേരിട്ട് ചെന്ന് PPE കിറ്റ് പിടിപ്പിക്കേണ്ട. പക്ഷേ അത്തരം ജോലി ചെയ്യേണ്ടുന്ന സിസ്റ്റത്തെ നിങ്ങൾ ഈ പറയുന്ന വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ വരാൻ പോകുന്ന വിഷയം എന്താ അറിയോ? ഗവൺമെൻറ് റോളില്ല ഇതിലൊന്നും, മന്ത്രിക്ക് ഇതിലൊന്നും ഉത്തരവാദിത്വമില്ല. കഴിഞ്ഞ 10 വർഷക്കാലം മാത്രമേ ഉള്ളൂ എന്തെങ്കിലും പോരായ്മ സംഭവിച്ചാൽ മന്ത്രിമാരതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത്. UDFൻ്റെ കാലത്ത് മന്ത്രിമാർക്ക് ഉത്തരവാദിത്വമില്ല, അതെല്ലാം ജീവനക്കാർക്ക് ഉദ്യോഗസ്ഥരുമായി ചെയ്യേണ്ടത് എന്ന നറേറ്റീവ് കൊണ്ടുവരാനാണ് പരിശ്രമിച്ചത്. ഈ കഴിഞ്ഞ 10 വർഷക്കാലം ഇച്ഛ പിഴച്ചാൽ കേരളത്തിലെ മന്ത്രിമാർക്കെതിരായിട്ട് രൂക്ഷമായ ആക്ഷേപങ്ങൾ നടത്തിക്കൊണ്ടിരുന്നവർ, ഈ മന്ത്രി ഭരിച്ചുകൊണ്ട് ആ നാട്ടിൽ ഈ വവ്വാലുകൾക്ക് ഇത്തരം പ്രശ്നങ്ങളുണ്ടായെന്ന് വരെ വിഡ്ഢിത്തരം പറയുന്ന ആളുകൾ, അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അത്തരം സപ്പോർട്ടീവായിട്ടുള്ള ഇടപെടലിനെയാണ് ഞങ്ങൾ വിമർശിച്ചത്. അതല്ലാതെ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഈ പ്രശ്നത്തെ അവതരിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഏതായാലും വളരെ സെൻസിറ്റീവായ ഒന്നാണ് കേരളത്തിലെ ആരോഗ്യ രംഗം ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധികളും പകർച്ചവ്യാധി മൂലമുള്ള വലിയ ബുദ്ധിമുട്ടുകളുമൊക്കെ. അതിൽ രാഷ്ട്രീയത്തിനപ്പുറത്ത് നിന്നുള്ള ഒരു ഏകോപനവും പ്രവർത്തനവുമാണ് വേണ്ടത് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് പ്രതിപക്ഷത്തിന് വിമർശനമുണ്ടെങ്കിൽ അത് ക്രിയാത്മകമായതാകട്ടെ, അതിന്റെ നല്ല വശങ്ങളെ ഉൾക്കൊള്ളാൻ ഭരണപക്ഷത്തിന് കഴിയട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.